CSEB റിക്രൂട്ട്മെൻറ്റ് കേരള സംസ്ഥാന സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് വീണ്ടും ജൂനിയർ ക്ലർക്ക്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ടൈപ്പിസ്റ്റ്, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, മാനേജർ, അസിസ്റ്റന്റ് സെക്രട്ടറി തുടങ്ങിയ വിവിധ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കേരളത്തിലെ 14 ജില്ലകളിലെയും സഹകരണ ബാങ്കുകളിൽ ഒഴിവുകളുണ്ട്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത, പ്രായപരിധി, ശമ്പളം തുടങ്ങിയ വിവരങ്ങൾ പരിശോധിച്ച ശേഷം അപേക്ഷിക്കുക. നിങ്ങളുടെ തൊട്ടടുത്തുള്ള സഹകരണ ബാങ്കുകളിലും ഒഴിവുകൾ ഉണ്ടായേക്കാം. ജോബ് ഡീറ്റെയിൽസ്: സ്ഥാപനം കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്. ജോലി തരം ബാങ്കിംഗ് ജോബ്. ആകെ ഒഴിവുകൾ 207. ജോലി സ്ഥലം കേരളത്തിലുടനീളം. അപേക്ഷിക്കേണ്ട വിധം ഓൺലൈൻ. അപേക്ഷ ആരംഭിക്കുന്ന തീയതി 2024 മെയ് 15. വേക്കൻസി ഡീറ്റെയിൽസ്: കേരള സംസ്ഥാന സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് 207 ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. തസ്തികയുടെ പേര്: സെക്രട്ടറി. ഒഴിവുകൾ 2. അസിസ്റ്റന്റ് സെക്രട്ടറി 7. ജൂനിയർ ക്ലർക്ക് 190. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ 4. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 4. കാറ്റഗറി നമ്പർ: തസ്തികയുടെ പേര് സെക്രട്ടറി. കാറ്റഗറി നമ്പർ 1/2024. അസിസ്റ്റന്റ് സെക്രട്ടറി 2/2024. ജൂനിയർ ക്ലർക്ക് 3/2024. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ 4/2024. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 5/2024. CSEB റിക്രൂട്ട്മെൻറ്റ് ഏജ് ലിമിറ്റ്: 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷത്തെ ഇളവ് ലഭിക്കും. കൂടാതെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന വ്യക്തികൾക്ക് അവരുടെ അപ്രകാരമുള്ള മുതിർന്ന അംഗം മറ്റ് മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട അവരുടെ കുട്ടികൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷത്തെ ഇളവ് ലഭിക്കും. മറ്റ് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും വിമുക്ത ഭടന്മാർക്കും 3 വർഷത്തെ ഇളവ് ലഭിക്കും. വികലാംഗർക്ക് 10 വർഷത്തെ ഇളവും വിധവകൾക്ക് 5 വർഷത്തെ ഇളവും ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ: 1. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ. ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം. 2. കേരള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ്. 3. ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ജോലി ചെയ്ത 1 വർഷത്തെ പ്രവൃത്തി പരിചയം. 2. ജൂനിയർ ക്ലർക്ക് കാഷ്യർ. 10ാം ക്ലാസ് അഥവാ തത്തുല്യ യോഗ്യത. സബോർഡിനേറ്റ് പേഴ്സണൽ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ അടിസ്ഥാന യോഗ്യതയായിരിക്കണം. കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പ്രസ്തുത ജില്ലയിലെ സഹകരണ സംഘം ബാങ്കുകളിലെ നിയമനത്തിന് കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സ് JDC, കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ JDC തുല്യമായ അടിസ്ഥാന യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ സഹകരണം ഐച്ഛിക വിഷയമായി എടുത്ത് BCom ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമ കേരള സംസ്ഥാന സഹകരണ യൂണിയൻ്റെ HDC അല്ലെങ്കിൽ HDC ആൻഡ് BM അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ HDC അല്ലെങ്കിൽ HDCM അല്ലെങ്കിൽ വിജയകരമായി പൂർത്തീകരിച്ച സബോർഡിനേറ്റ് പേഴ്സൺ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയുടെ BSc ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. 3. അസിസ്റ്റന്റ് സെക്രട്ടറി. എല്ലാ വിഷയങ്ങൾക്കും ചേർത്ത് 50% മാർക്കിൽ കുറയാതെ ലഭിച്ച ഒരു അംഗീകൃത സർവകലാശാല ബിരുദം സഹകരണ ഹയർ ഡിപ്ലോമയും കേരള സംസ്ഥാന സഹകരണ യൂണിയൻ്റെ HDC അല്ലെങ്കിൽ HDC ആൻഡ് BM അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ HDC അല്ലെങ്കിൽ HDCM അല്ലെങ്കിൽ സബോർഡിനേറ്റ് പേഴ്സൺ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ വിജയിച്ചിരിക്കണം. അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും BSc MSc അല്ലെങ്കിൽ
കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ചതും സഹകരണം ഐച്ഛികം ആയിട്ടുള്ളതുമായ എല്ലാ വിഷയങ്ങളും ചേർത്ത് 50% മാർക്കിൽ കുറയാത്ത ബികോം ബിരുദം. 4. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ് എന്നിവയിൽ ഏതെങ്കിലും വിഷയത്തിന് ഡിഗ്രി, MCA അല്ലെങ്കിൽ MSc. 3 വർഷത്തെ പ്രവൃത്തി പരിചയം അനിവാര്യമാണ്. 5. സെക്രട്ടറി, HDC ആൻഡ് BML ബിരുദം, അക്കൗണ്ടൻ്റായി 7 വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ സഹകരണ ബാങ്കിൽ അതിനു മുകളിലുള്ള തസ്തികയിൽ. അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ്, അക്കൗണ്ടൻ്റായി 5 വർഷത്തെ പ്രവൃത്തി പരിചയമോ അതിനു മുകളിലോ സഹകരണ ബാങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഫിനാൻസ് പ്രധാന വിഷയമായി MCOM അല്ലെങ്കിൽ ബാങ്കിംഗ് മേഖലയിൽ 3 വർഷത്തെ പരിചയവും സഹകരണ യോഗ്യതയും ഉള്ള ഇന്ത്യയിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരിൽ അംഗത്വം അല്ലെങ്കിൽ BCom സഹകരണം, അക്കൗണ്ടൻ്റായി 7 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ സഹകരണ ബാങ്കിൽ അതിനു മുകളിലുള്ള തസ്തികയും. കേരള സംസ്ഥാന സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് റിക്രൂട്ട്മെൻറ്റ് വഴി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾക്ക് പ്രതിമാസം ലഭിക്കുന്ന ശമ്പള വിവരങ്ങൾ. സെക്രട്ടറി ശമ്പളം 23,300 തൊട്ട് 70,000 വരെ. അസിസ്റ്റൻറ്റ് സെക്രട്ടറി 15,320 തൊട്ട് 66,000 രൂപ വരെ. ജൂനിയർ ക്ലർക്ക് 8,750 തൊട്ട് 51,000 രൂപ വരെ. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ 23,000 തൊട്ട് 68,000 രൂപ വരെ. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ 17,000 തൊട്ട് 46,000 രൂപ വരെ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പല ബാങ്കുകളിലും ഓരോ തസ്തികയിലേക്കും വ്യത്യസ്തമായ ശമ്പളമാണ് നൽകുന്നത്. മുകളിൽ നൽകിയിരിക്കുന്നത് ഒരു സൂചകമായി മാത്രം കണക്കാക്കുക. CSEB റിക്രൂട്ട്മെൻറ്റ് ആപ്ലിക്കേഷൻ ഫീസ്. പൊതുവിഭാഗക്കാർക്കും വയസ്സിളവ് ലഭിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർക്കും 150 രൂപയാണ് അപേക്ഷാ ഫീസ്. തുടർന്നുള്ള ഓരോ ബാങ്കിങ്ങിനും 50 രൂപ വീതം അധികമായി പരീക്ഷാ ഫീസ് അടയ്ക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 50 രൂപ മാത്രം മതി. ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ വഴി അപേക്ഷാ ഫീസ് അടയ്ക്കാവുന്നതാണ്. കേരള സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന OMR പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് അനുസരിച്ചായിരിക്കും തിരഞ്ഞെടുപ്പ്. ഹൗ ടു അപ്ലൈ CSEB റിക്രൂട്ട്മെൻറ്റ്. ഉദ്യോഗാർത്ഥികൾ ഏത് പോസ്റ്റിലേക്കാണോ അപേക്ഷിക്കുന്നത് ആ പോസ്റ്റിൽ വന്നിരിക്കുന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ മുഴുവനായി വായിച്ച് തനിക്ക് അതിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. കേരള കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ പരീക്ഷയ്ക്ക് ആദ്യമായി അപേക്ഷിക്കുന്നവർ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചും മറ്റുള്ളവർ അവരുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഒഴിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അനുയോജ്യമായ ജില്ല തിരഞ്ഞെടുത്ത് അടുത്തുള്ള ബാങ്കിലേക്ക് അപേക്ഷിക്കുക. അപേക്ഷകൾ 2024 ജൂലൈ 2 വരെ സ്വീകരിക്കും. അപ്ലൈ ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. കൊല്ലം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിവിധ ഒഴിവുകളിലേക്കായി അഭിമുഖം നടത്തും. +2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ യോഗ്യതയുള്ള 18നും 35നും ഇടയിൽ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. ജില്ലയിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ഇല്ലാത്തതുമായ എല്ലാ ഉദ്യോഗാർത്ഥികളും 2024 മെയ് 23 രാവിലെ 10:30 3 ബയോഡേറ്റയുമായി ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാം. നൈപുണ്യ പരിശീലനവും വിവിധ അഭിമുഖങ്ങൾ നേരിടുന്നതിനുള്ള പരിശീലനവും കരിയർ കൗൺസിലിങ്ങും ക്ലാസുകളിൽ നടത്തും. പാർട്ട് ടൈം ജോലി നേടാൻ അവസരം. പട്ടികവർഗ വികസന വകുപ്പിൻ്റെ നിയന്ത്രണത്തിൽ മലപ്പുറം ജില്ലയിൽ പ്രവർത്തിക്കുന്ന പ്രീ മെട്രിക് ഹോസ്റ്റലുകളിലെ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ്, ഹിന്ദി, കണക്ക് എന്നീ വിഷയങ്ങൾ ട്യൂഷൻ നൽകുന്നതിനായി പാർട്ട് ടൈം ട്യൂട്ടറെ നിയമിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ ഡിഗ്രി അല്ലെങ്കിൽ BEd യോഗ്യതയുള്ളവരായിരിക്കണം. BEd യോഗ്യതയില്ലാത്തവരുടെ അഭാവത്തിൽ TTC യോഗ്യതയുള്ളവരെയും പരിഗണിക്കും.
ഹോസ്റ്റലിനടുത്തുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് മുൻഗണന നൽകും. താൽപ്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം ജൂൺ 5 രാവിലെ 10 മണിക്ക് ചന്തക്കുന്ന് മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന നിലമ്പൂർ ITDP ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്കായി ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് ITDP ഓഫീസിലോ നിലമ്പൂർ, പെരിന്തൽമണ്ണ, എടവണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിലോ ബന്ധപ്പെടാം. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം നെടുമങ്ങാട് ITDP ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ സെക്യൂരിറ്റി ഗാർഡുകളെ നിയമിക്കുന്നതിനായി പുരുഷന്മാരായ ഉദ്യോഗാർത്ഥികൾക്ക് മെയ് 28 രാവിലെ 10:30 നെടുമങ്ങാട് ITDP ഓഫീസിൽ വെച്ച് വാക്യാൻ ഇൻ്റർവ്യൂ നടത്തുന്നു. ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമനം. 7ാം ക്ലാസ്സോ അതിനു മുകളിലോ വിദ്യാഭ്യാസ യോഗ്യതയുള്ള പട്ടികവർഗക്കാർക്കാണ് നിയമനം നൽകുക. മികച്ച ശാരീരിക ക്ഷമത ഉണ്ടായിരിക്കണം. വിമുക്ത ഭടന്മാർ, ലൈറ്റ് ഹെവി വാഹന ഡ്രൈവിംഗ് ലൈസൻസ്, പ്രവൃത്തി പരിചയം എന്നിവയുള്ളവർക്ക് മുൻഗണന നൽകും. 2024 ജനുവരി 1 25 50 മധ്യേ ആയിരിക്കണം പ്രായം. 2024 ജൂൺ മുതൽ 2025 മാർച്ച് വരെയാണ് താൽക്കാലികമായി നിയമിക്കുന്നതെന്ന് നെടുമങ്ങാട് ITDP പ്രോജക്റ്റ് ഓഫീസർ S. സന്തോഷ് കുമാർ അറിയിച്ചു. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.